വ്ളോഗൊക്കെ ഉണ്ട്. തമിഴ്നാട് കാണാം, മോളിൽ ചെന്നിട്ട് എടുക്കാം. എൻ്റെ പൊന്ന് മരുത്താമലയിലേക്ക് കയറുന്ന സ്റ്റാർട്ടിംഗ് ആണിത്. ഇവിടുന്ന് ഇനി ഏകദേശം 1 കിലോമീറ്ററിനടുത്ത് മുകളിലേക്കുണ്ട്. അതായത് ഫ്രണ്ടിൽ പോകുന്ന 2 പിള്ളേരാണ് എന്നെ വഴി കാട്ടിക്കൊണ്ട് പോകുന്നത്. പിന്നെ മിനി ചേച്ചിക്കാണെങ്കിൽ അയ്യോ പാവെന്നും പറഞ്ഞിരിക്കുക. ചേച്ചീനെ പൊക്കിക്കൊണ്ട് പോകാൻ ഇനി ആരെങ്കിലും വിളിക്കണോ ആവോ. അപ്പോൾ നമുക്കിത് ഘട്ടമായിട്ട് എടുക്കാം. ഒരുമിച്ചെടുക്കാൻ എനിക്കും പറ്റിയല്ല. ഇത് എൻ്റെ ഊഹം ശരിയാണെങ്കിൽ പണ്ട് മുനിമാർ തപസ്സിരുന്ന അറയാണ്. ഇതാ ഇനി കുറച്ച് ദൂരം പടികൾ സ്റ്റാർട്ട് ചെയ്യുന്നു. മറിക്കേ ഇതാ മുകളിലേക്ക് ഇനി പടികൾ ഇങ്ങനെ നീണ്ടു നടക്കുക. പഴനിയിലേക്ക് കയറിപ്പോകുന്നൊരു ഫീലായത്. ഇവിടെയുള്ള ആൾക്കാരൊക്കെ അതെ പയറ് പോലെ കയറി പോകണം. പുറകിൽ നിന്ന് 2 എന്നെ നിരുത്സാഹപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഞാൻ തളരുകയില്ല. ഇതാണ് ഇവിടെ നോക്കിയാൽ തമിഴ്നാടിൻ്റെ ഏകദേശം കുറേ ഭാഗങ്ങൾ കാണാം. മിനി ചേച്ചി അടുത്ത ഗിയറിലേക്ക് ഇടാൻ വേണ്ടി വണ്ടി നിർത്തിയേക്കുക. ഇതാ ഇങ്ങനെ മുകളിലേക്ക് ഇനിയുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. റോഡ് പോകാൻ തല ഇറങ്ങുന്നുണ്ടോ? ഇതാണ്ട് അടുത്ത ഗുഹ. ഇതൊക്കെ അവിടെ ഒരു ചെറിയൊരു കെട്ടിടം പോലെ എന്തോ പണിതിട്ടിട്ടുണ്ട്. താഴെ നോക്കിയാൽ നമുക്കിങ്ങനെയൊന്നും തോന്നിയില്ല. ജസ്റ്റ് ഒരു പാറക്കെട്ട് മാതിരി തോന്നുള്ളൂ കേട്ടോ. ഇവിടെ കയറി വരുമ്പോഴാണ് ഇങ്ങനെ ഈ ഒരു സെറ്റപ്പ് കാണുന്നത്. വലിയ പാടൊന്നുമില്ല. ഇവിടെ നിന്ന് അങ്ങോട്ട് ചെറിയ കല്ലുകൾ ഇതൊക്കെയാണ്. ഇതുണ്ടോ ഇങ്ങനെ ഓരോ ആരമാർക്ക് താഴെ മുതൽ കാണാം. നമുക്ക് പോകാനുള്ള റൂട്ട് അവരിട്ടിരിക്കുന്നതാണ്. പക്ഷെ വേറെ വഴികളൊക്കെ ഉണ്ട് കേട്ടോ ഇതിന്. പക്ഷേ ഇപ്പോൾ കൂടുതലും ആൾക്കാർ പോകുന്നത് ഈ വഴി കൂടിയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് കല്ലും ഇതൊക്കെ ഉള്ളൂ. അങ്ങ് വരെ നമുക്കിങ്ങനെ എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതാണ്ട് ഓരോ ആരമാർക്ക്. അതെ ഇവിടെ നിന്നോട്ട് സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് താഴെ വരും. പക്ഷെ ഏത് ഷേപ്പിലാന്ന് മാത്രം പറയാൻ പറ്റില്ല. ആഹാ നോക്കിയേ, മറ്റേ എന്തോ ഒരു പുഴയോ ഡാമോ എന്താണെന്ന് തോന്നുന്നു അങ്ങേയറ്റത്ത്. എൻ്റെ പൊന്നെ ഇതാണ്ട് നെട്ടനെയുള്ള കയറ്റമാണ്. ഇതവിടം വരെ ഞാൻ പിടിക്കുമെന്ന് തോന്നുന്നില്ല. അതേണ്ടേ ഇവിടെ ചേച്ചി നോക്കിയേ, ഇതാണ്ടോ നോക്കിയേ പറന്നു പോകുന്ന കണ്ടോ. ഹനുമാൻ മലയും കൊണ്ട് പോയപ്പോൾ ഇവിടെ ചാടിപ്പോയ സാധനമാണ്. പുള്ളിക്ക് ഒരു പണിയില്ലായിരുന്നു. മര്യാദയ്ക്ക് സാധനം കൊണ്ടുപോകാൻ. ഒന്ന് നോക്കി വെടി വരെ. ഇതാ ഞാനിപ്പോൾ ഒരു സാധനം കാണിച്ചു തരാം. കണ്ടോ പാമ്പിൻ്റെ തലമാതിരി നിൽക്കുന്ന പാറ.
അതിൻ്റെ മുകളാണ്. ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഏതോ ഒരു രൂപം മാതിരിയൊക്കെ തോന്നും. എല്ലാവരും കയറി പോവാണ്, അതുകൊണ്ട് നമുക്ക് പോകണം. താഴേക്ക് ഫുള്ള് തമിഴ്നാടാണ് കേട്ടോ. ഇതാ ആൾക്കാർ കയറി വരുന്നു. അത്ര എളുപ്പമല്ല ഇത്. അതെ, മണ്ടയിലോട്ട് നോക്കണ്ട. ഇനി നമ്മളൊരു ഇടുക്കിക്കൂടെയാണ് കയറി പോണത്. ഇടുക്കിയല്ല, ഇടുക്ക്. ഇതാ ചേച്ചി പോണേ ആ വഴിയാണ്. ഇവിടുത്തുകാരാണ് പോണത് കേട്ടോ. കണ്ടോ, ഇതിലേ കയറി ഇങ്ങനെ പോണം. ഇവിടുന്ന് ആൾക്കാർ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്.